മസില മസില പ്ലീസ് ഞാൻ പറയുന്നു ഒന്ന് കേക്ക് പ്ലീസ് കേക്ക്. കൃഷ്ണ എന്നെ ഓർത്തെങ്കിലും പ്ലീസ് ഞാനൊന്ന് അമ്മയുടെ അടുത്ത് പോക്കോട്ടെ പ്ലീസ് ഞാൻ പൊക്കോട്ടെ എനിക്ക് വാടിയെ രക്ഷിക്കണം കൃഷ്ണ എനിക്ക് വേറെ വഴിയൊന്നുമില്ല കൃഷ്ണ പ്ലീസ് കൃഷ്ണ എനിക്ക് ഒന്ന് പവർ തരൂ എന്നെ അമ്മ കാണാൻ വേണ്ടിട്ട് പ്ലീസ് കൃഷ്ണ പ്ലീസ് കൃഷ്ണ എനിക്ക് എന്റെ വാടിയെ രക്ഷിക്കണം പ്ലീസ് കൃഷ്ണ പവർ താ. ശരി പ്രീതു, നീ ഇപ്പോൾ തീരുമാനം എടുത്തു കഴിഞ്ഞെങ്കിൽ അത് തന്നെ നടക്കട്ടെ. അനന്തരഫലം എന്തായാലും നേരിടുക. സുജി ചേച്ചിയുടെ ഫോണിന്റെ റിംഗ് ടോൺ അകത്തുനിന്ന് കേൾക്കുന്നത് എന്താ? അമ്മേ വേഗം വാ, ചേച്ചിയെ കിട്ടി. ആരോവെങ്കിൽ അമ്മേ ഓടിവാ, ചേച്ചി സ്റ്റോർ റൂമിലുണ്ട്. ആരോ മോനെ, സുജിയെ കിട്ടി, സ്റ്റോർ റൂമിലുണ്ട്, വേഗം വാ. കിട്ടിയല്ലോ. എന്തുപറ്റി? സുജി അകത്തുണ്ട്. എന്റെ രാമ, ഇതാരാ പൂട്ടിയത്? സ്റ്റോർ റൂം എപ്പോഴും വെറുതെ കൊളുത്തിടാറേ ഉള്ളൂ. ഇതിന്റെ താക്കോല് പോലും എന്റെ കയ്യിലില്ല. ഗോകുൽ, നീ ഒരു ചുറ്റി കൊണ്ടു. വേഗം കൊണ്ടുപോ മോനെ. സുജി, 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 വേഗം കൊണ്ടുപോ മോനെ. കുറച്ച് മാറി നിൽക്കേ. സുജി, സുജി, സുജി ചേച്ചി, സുജി, സുജി, സുജിയുടെ ഫോൺ. സുജിയുടെ ഫോൺ ഇവിടെ സ്റ്റോർ റൂമില്. സുജി പുറത്തു പോയെന്നല്ലേ പറഞ്ഞേ? പിന്നെ അവളുടെ ഫോൺ എങ്ങനെ ഇവിടെ? സുജി എവിടെയാ? നീ ഇതെവിടെയാ സുജി? മാനസി, വേഗമാവട്ടെ. ശരി, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം. വേഗമാവട്ടെ. അല്ല, ഈ ആന്റി ഇവിടെ ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നേ? ഇവളാ എന്റെ വാടി പൂട്ടിയിട്ടത്. ഞാനിവളെ വെറുതെ വിടില്ല.
അവൾക്ക് ബോധം വരാതെ വളരെ നോക്കണം. ചീത്തയാ. ഞാൻ നിന്നെ കുറിച്ച് എല്ലാരോടും പറഞ്ഞു കൊടുക്കും. അവളെ എല്ലാരോടും. ആരും കാണരുത്. ഞാൻ നിന്നെ വെറുതെ ആ കുറച്ച് അങ്ങോട്ട് മാറ്റിക്ക. വായടി. വായടി, വായടി, എഴുന്നേക്ക്. എവിടെ നിക്ക്? എങ്ങോട്ട് കൊണ്ടുപോയി എന്റെ വായടി? വായടി, വായടി. പോലെ എന്റെ വായടി കൊണ്ടുപോലെ. നിക്ക്. പോലെ വായടി കൊണ്ടുപോലെ. അവിടെ നിക്ക്. നിക്ക്. വായടി, വായടി കണ്ണ് തുറക്ക്. പോലെ നിക്ക്. എന്റെ വായടി ഇവിടെ കൊണ്ടുപോകുന്നേ. വണ്ടി നിർത്ത്. നിക്ക്. ആരോ മോനെ എന്തെങ്കിലും അറിഞ്ഞോ? സുജി എപ്പോഴും അവളുടെ ഫോൺ കൂടെ തന്നെയാ കൊണ്ട് നടക്കാറ്. അവളുടെ ഫോൺ ഇവിടെ ഉണ്ട്, പിന്നെ അവൾ എവിടെ പോയി? ആന്റി, പോലീസ് സുജി അന്വേഷിക്കുന്നുണ്ട്. ഞാനും അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നുണ്ട്. ആന്റിക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ സ്വന്തം മകനാണെന്ന് കരുതി എന്നെ ഒന്ന് വിശ്വസിക്ക. സുജിക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. വായടി, വായടി, വായടി. നമുക്ക് ടൈം കുറച്ചേ ഉള്ളൂ. ഈ വണ്ടിയുടെ പുറകെ വന്നാൽ മതി. പോലെ. എത്രയും വേഗം അവിടെ എത്തണം. പിന്നെ ഒരു കാര്യം, വഴിയിലെങ്ങാനും പോലീസിനെ കണ്ടാൽ നീ നിന്റെ വഴി മാറ്റിക്കോളൂ. മനസ്സിലായോ? ശരി മാഡം. അങ്കിൾ, അങ്കിൾ, എനിക്ക് ഒരു സ്ഥലത്തോട്ടൊന്ന് പോകണമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്കിളുടെ ബൈക്കിൽ കയറുകയാണെ. പ്ലീസ്, പ്ലീസ് അങ്കിളെ. ഈ വണ്ടിയിൽ എന്റെ വായടിയുണ്ട്. എന്റെ വായടി എങ്ങോട്ടാ കൊണ്ടുവന്ന് അറിയില്ല. പാവം എന്റെ വായടി. വായടി, നീ ടെൻഷൻ ആവില്ലേ? ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. ചിലപ്പോൾ അവരുടെ ഫോൺ വീട്ടിൽ മറന്നു വെച്ചതായിരിക്കും. അതുപോലെ 8 മണിക്കൂറിൽ കൂടുതൽ സമയവുമായി. ഡോണ്ട് മൈൻഡ് മിസ്റ്റർ ആരവ്, നമുക്ക് ഹോസ്പിറ്റലിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അവിടെ കുറച്ച് ബോഡിയുണ്ട്, ആക്സിഡന്റിൽ മരിച്ചതേ. ഇതുവരെ ബന്ധുക്കളൊന്നും അന്വേഷിച്ച് ചെന്നിട്ടുമില്ല. നോ 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 ഇൻസ്പെക്ടർ, സുജിക്ക് ഒന്നും സംഭവിക്കില്ല. ചിലപ്പോ അവള് എന്തെങ്കിലും ജോലി സംബന്ധമായി. നിങ്ങൾ ദയവായി ഇവിടെ നിന്ന് സമയം കളയാതെ അവളെ കണ്ടുപിടിക്കാൻ നോക്ക്. വേഗം വേഗം കൊണ്ടുപോവാ അവളെ. അങ്കിൾ, എങ്ങോട്ടാ പോകുന്നേ? നിക്ക്, പോകല്ലേ അങ്കിൾ. ആ പെട്ടെന്നാവട്ടെ. വായടി, വായടി, എന്റെ വായടി എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? വായടി, 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 എണീക്ക്. എന്റെ വായടി എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? പോലെ നിക്ക്. എന്റെ വായടി വിട്. വായടി, 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 എഴുന്നേക്ക്. വായടി, വായടി, പ്ലീസ് എഴുന്നേക്ക്. എഴുന്നേക്ക് വായടി, നിനക്ക് എന്താ പറ്റി? എഴുന്നേക്ക് പ്ലീസ്. എഴുന്നേക്ക് വായടി, പ്ലീസ് ഒന്ന് എണീക്ക്. വായടി, വായടി, എഴുന്നേക്ക്. വായടി, പ്ലീസ് എഴുന്നേക്ക്. വായടി. ഒന്ന് പെട്ടെന്നാവട്ടെ. വേഗം ആവട്ടെ, വേഗം. സന്ധ്യ ആകാൻ പോകുന്നു. ഇവളെ വേഗം കുഴിച്ചിടണം. വേഗം ആവട്ടെ. ഇവര് നിന്നെ കുഴിച്ചിടുന്ന കാര്യം പറയുന്നേ. പ്ലീസ് വായടി, എഴുന്നേക്കുന്നേ പ്ലീസ്. ഇനി നിന്നെ മണ്ണി കുഴിച്ചിട്ട പിന്നെ ഞാൻ എന്ത് ചെയ്യും? വേഗം എഴുന്നേക്ക് വായടി, വേഗം എഴുന്നേക്ക്. ഇത് നാച്ചുറൽ ഡെത്ത് തന്നെ ആക്കിയേക്കാം. അഥവാ ബോഡി കിട്ടിയാലും പോലീസുകാർ മനസ്സിലാക്കണം ഇവര് പാമ്പ് കടിച്ച് മരിച്ചതാണെന്ന്. അങ്ങനെ ബോഡി കുഴിച്ചിട്ടതായിരിക്കുമെന്ന്.
അത് കൊള്ളാലോ. നിനക്ക് ഞാൻ 1000 രൂപ എക്സ്ട്രാ തരാം. ചെല്ല്, ചെയ്യാനുള്ളത് ചെയ്യ. ഇതെന്നെ വാടി കടിക്കും. വാടി എനിക്ക് അമ്മ, എനിക്ക് പാമ്പിനെ പേടി. വാടി എനിക്ക് കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ, എനിക്ക് പാമ്പിനെ പേടിയാ കൃഷ്ണ. വാടി അവിടെയാ കൃഷ്ണ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നീ എന്തെങ്കിലും ചെയ്യൂന്നേ കൃഷ്ണ. പ്ലീസ് എന്തെങ്കിലും ചെയ്യ്. അത് വലിയ പാമ്പാ കൃഷ്ണ. പ്ലീസ് കൃഷ്ണ, എന്തെങ്കിലും ചെയ്യുന്നു പ്ലീസ് കൃഷ്ണ. ഇത് നിന്റെ പരീക്ഷണത്തിന്റെ സമയമാണ് പ്രീതു. സുജി ഒരിക്കൽ അമ്മയായി നിന്ന് ജീവൻ പണയം വെച്ച് നിനക്ക് വേണ്ടി പോരാടി കഴിഞ്ഞു. എന്നാൽ ഇന്ന് നീയും ഒരു മകളായി നിന്ന് അവളെ രക്ഷിച്ചേ മതിയാവൂ പ്രീതു. ഒട്ടും പേടിക്കണ്ട, ഞാൻ നിനക്കൊരു വരദാനം നൽകാം. നിനക്ക് കുറച്ച് സമയത്തേക്ക് ആരുടെ മുമ്പിലും പോകാം. അവരെ സാന്നിധ്യം അറിയിക്കാം. സമയം വളരെ കുറവാണ് പ്രീതു. ചെല്ല്, ആ വിഷപ്പാമ്പിനെ തടയ്. അപ്പൊ പാമ്പിനെ പേടിക്കണല്ലേ? വായാടി, ഞാൻ നിനക്ക് ഒന്നും പറ്റാൻ സമ്മതിക്കില്ല. ഒന്ന് വേഗം ആവട്ടെ, നേരം ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിയും മാഡം. ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിങ്ങൾ അതൊക്കെ മതിയാക്ക്. ഇവിടെ ഇങ്ങനെ തന്നെ കുഴിച്ചു മൂട്. വാ, വേഗം ചെയ്യ്. ആ മാഡം. എന്റെ വാടി ഉപദ്രവിക്കല്ലേ? ഞാൻ വെറുതെ വിടില്ല. കൊള്ളാം പ്രീതു, അങ്ങനെ തന്നെ. എന്തു പറ്റി? എന്താ ഇത്? നിന്നെ ഞാൻ ജീവനോടെ കുഴിച്ചു മൂടും. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുമായിരുന്നു. എല്ലാം ആ കുഞ്ഞ് മരിച്ചതിന് ശേഷവും എല്ലാം നോർമൽ ആയിട്ട് പോവുകയായിരുന്നു. അതിനിടയിൽ നീ എവിടെന്നാ വന്നേ? നീ എന്നെ ജയിലിലേക്ക് അയച്ചു. ഒരു ഭ്രാന്തി അല്ലായിരുന്നിട്ടും ഞാൻ രാവും പകലൊന്നും ഇല്ലാതെ ഞാൻ ആ കുറ്റവാളികളുടെ ഇടയിൽ ഭ്രാന്തിയാണെന്ന് ആക്ടിംഗ് നടത്തി. അവർ എന്നോട് പുലഭ്യം പറഞ്ഞു, എന്നെ അടിച്ചു, എന്നെ ഭ്രാന്തി ഭ്രാന്തി എന്ന് വിളിച്ചു. എല്ലാം ഞാൻ സഹിച്ചുകൊണ്ടിരുന്നു. ഇനി നീ കണ്ടോ, നിന്നെ ഞാൻ ജീവനോട് കുഴിച്ചു മൂടും. പിന്നെ ഞാൻ നിന്നെ നരകത്തിലേക്ക് അയക്കും. എന്റെ വാടി, നീ എന്തെങ്കിലും ചെയ്തോണ്ടല്ലോ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇനി നീ കണ്ടോ, എന്റെ സത്യം ആരുടെയും മുമ്പിൽ ഇനി വരില്ല, ഒരിക്കലും വരില്ല. ഞാൻ അന്ന് പാർട്ടി നടന്ന ദിവസം നന്ദിതയെ കൊല്ലാനാണ് വന്നത്. അവൾക്ക് ഭാഗ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. അവൾക്ക് പകരം ആ പ്ലാസ്റ്റിൽ അവളുടെ കുഞ്ഞു മരിച്ചുപോയി.
ഇനി നീ കണ്ടോ, ആ നന്ദിത രക്ഷപ്പെടില്ല. അന്ന് രക്ഷപ്പെട്ടു, പക്ഷെ ഇനി രക്ഷപ്പെടില്ല. പക്ഷെ ഏറ്റവും ആദ്യം ഞാൻ നിന്നെ ജീവനോട് കുഴിച്ചു മൂടും സുചി ശർമ്മ. പിന്നെ എന്റെ ഏറ്റവും വലിയ എതിരാളി നന്ദിതയെ ഞാൻ കൊന്നുകളയും. എന്നിട്ട് ഞാൻ എന്റെ സുദേവിനെ സ്വന്തമാക്കും. അയാളെ വിവാഹം കഴിക്കും. അപ്പോ എന്റെ സഹോദരൻ ആരവ് എന്റെ കന്യാദാനം നടത്തും. ഞാൻ നിന്റെയൊക്കെ ഫോട്ടോയിൽ മാലയിടുന്നതായിരിക്കും. ആ പെണ്ണിന്റെ, എന്റെ സഹോദരനെ എന്നിൽ നിന്നും അകറ്റിയ അവളുടെ, പിന്നെ ആ സ്ത്രീയുടെ, എന്റെ പ്രണയത്തെ എന്നിൽ നിന്നും തട്ടിയെടുത്ത അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോയിൽ ഞാൻ മാലയിടും.